ക്രിസ്മസ് സത്രങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ തിരുനാളാണ്. ചിതറിയവരുടെയും ചിതറിക്കപ്പെട്ടവരുടെയും ആഘോഷം, തോറ്റവരുടെയും തോൽപ്പിക്കപ്പെട്ടവരുടെയും തിരുനാൾ. ബൈബിളിലുടനീളം നമ്മൾ വിശുദ്ധ യൗസേപ്പിനെ കാണുന്നത് നിശബ്ദനായ, അന്തർമുഖനായ, എന്നാൽ ദൈവാശ്രയ ബോധമുള്ള ഒരു ഗൃഹനാഥനായിട്ടാണ്. റാൽഫ് വിൽസന്റെ ക്രിസ്മസ് വ്യസനങ്ങൾ അല്ലെങ്കിൽ ഹാർഡ്ഷിപ്സ് ഓഫ് ക്രിസ്മസ് എന്ന ഒരു കഥയുണ്ട്. അതിൽ മേരിയെയും കൊണ്ട് ബെത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ പോകുന്ന യൗസേപ്പിൻ്റെ ഹൃദയവ്യഥകളാണ് അല്ലെങ്കിൽ നെഞ്ചിടിപ്പുകളാണ് ഇതിവൃത്തം. ബെത്ലഹേമിലേക്കുള്ള തങ്ങളുടെ യാത്രയ്ക്ക് മുൻപേ തന്നെ പണിശാലയിൽ വെച്ച് തൻ്റെ കൂട്ടുകാരനായ എഫ്രൈമിനോട് യൗസേപ്പ് തൻ്റെ യാത്രയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എഫ്രൈം, ഞാൻ നാളെ മേരിയെയും കൊണ്ട് ബെത്ലഹേമിലേക്ക് പോവുകയാണ്. അവൾക്ക് 9 മാസമായി, നിറവയറാണ്, ക്ഷീണമേറെയുണ്ട്. എങ്കിലും എഫ്രൈം ഞെട്ടലോടെ തിരികെ ചോദിക്കുന്നു, മേരിയെയും കൊണ്ട് ഇപ്പോൾ ഒരു യാത്രയോ? നിങ്ങൾ എങ്ങനെ പോകും? അപ്പോൾ യൗസേപ്പ് ചിന്തേരിടുന്നതിനിടയിൽ ചെറിയ ചിരിയോടെ പറയുന്നു, ഞാൻ നടന്നും മേരിയെ ഞങ്ങളുടെ പഴയ കഴുതയുടെ പുറത്തുമാക്കി ഞങ്ങൾ യാത്ര പോകും. യൗസേപ്പ് സത്രം അന്വേഷിച്ചു മടുക്കുന്നതും അവസാനം മനസ്സില്ലാ മനസ്സോടെ മേരിയെ പുൽക്കൂട്ടിലേക്ക് ആനയിക്കുന്നതും അവിടെ മേരി ദിവ്യശിശുവിന് ജന്മം നൽകുന്നതും ഇടയന്മാരും ജ്ഞാനികളുമൊക്കെ ശിശുവിനെ കണ്ടുപടങ്ങാൻ എത്തുന്നതുമൊക്കെ കഥാകാരൻ ഹൃദയസ്പർശിയായി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. കഥ അവസാനിക്കുന്നത് യൗസേപ്പും മേരിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തോടു കൂടിയാണ്. യൗസേപ്പ് മേരിയോട് പറയുന്നു, മേരി, ഇവൻ ശരിക്കും മിശിഹായ. ഇവന്റെ ജനനത്തോടനുബന്ധിച്ച് കുറേ ദുരിതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാം ദൈവത്തിന്റെ പദ്ധതി തന്നെയായിരുന്നു. ഇവൻ മിശിഹ തന്നെയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് നമ്മോട് പറയുന്നു, സത്രങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്കും സന്തോഷിക്കാൻ അർഹതയുണ്ട്.